ഇപ്പോൾ സ്കൂൾ കുട്ടികൾക്ക് വെക്കേഷൻ കാലമാണ്. അപ്പോൾ കളിച്ച് നടക്കേണ്ട ആ ഒരു സമയത്ത് കുട്ടികൾ വെയിലിൻ്റെ ആഘാതത്തെപ്പറ്റി ഓർക്കാറില്ല. അപ്പോൾ അവർക്കുള്ള നിർദ്ദേശങ്ങളുമായി നമ്മുടെ കൂടെ ഇപ്പോൾ ചേരുന്നത് IMA പയ്യന്നൂർ പ്രസിഡന്റും IAP പരിയാരം വൈസ് പ്രസിഡന്റുമായ നീലേശ്വരം താലൂക്ക് ആശുപത്രിയിലെ പീഡിയാട്രിഷ്യൻ കൂടിയായ ഡോക്ടർ T രഞ്ജിത് കുമാറാണ്. അപ്പോൾ അദ്ദേഹത്തോട് സംസാരിക്കാം. ഡോക്ടർ, എന്താണ് ഈ സൂര്യാഘാതം? നമസ്കാരം. സൂര്യാഘാതം എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ അന്തരീക്ഷ ഊഷ്മാവ് ഒരു പരിധിയുടെ അപ്പുറം വരുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലെ ടെമ്പറേച്ചർ കൺട്രോള് തകരാറിലാവുകയും അങ്ങനെ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനങ്ങൾ പ്രശ്നത്തിലാവുകയും ചെയ്യുന്ന അവസ്ഥയാണ് സൂര്യാഘാതം എന്ന് പറയുന്നത്. യൂഷ്വലി ഒരു 40 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ 104 ഡിഗ്രി ഫാരൻഹീറ്റിൽ കൂടുതൽ വരുന്ന സമയത്താണ് സാധാരണ സൂര്യാഘാതം ഉണ്ടാകുന്നത്. നമുക്ക് മൂന്നായിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും. ആദ്യം നമുക്ക് സൂര്യാഘാതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും എക്സ്ട്രീം ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. സൂര്യാഘാതം വരുന്ന സമയത്ത് നമ്മുടെ ശരീരം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശരീരത്തിലെ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനങ്ങൾ തകരാറിലാവുന്നത് വഴി ശക്തമായ ലക്ഷണങ്ങൾ പറയുകയാണെങ്കിൽ ശക്തമായ തലവേദന ഉണ്ടാവാം, തലകറക്കം ഉണ്ടാവാം, അതുപോലെ തന്നെ ശ്വാസോച്ഛ്വാസം കൂടുകയും അതുപോലെ തന്നെ നമ്മുടെ ഹൃദയമിടിപ്പ് അല്ലെങ്കിൽ പൾസ് കുറയുക, അങ്ങനത്തെ അവസ്ഥ ഉണ്ടാവാം. അതുപോലെ തന്നെ അബോധാവസ്ഥയിലോട്ട് പോവുക, നമ്മുടെ മാനസിക നില തന്നെ തകരാറിലാവുക, ചിലപ്പോൾ മരണമടക്കം സംഭവിക്കാൻ സാധ്യതയിലാണ് ഈ സൂര്യാഘാതം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതിൻ്റെ ചികിത്സ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഈ സൂര്യാഘാതം വന്ന ആൾക്കാരാണെങ്കിൽ അവരെ എത്രയും പെട്ടെന്ന് ഒരു തണുത്ത സ്ഥലത്തേക്ക് അല്ലെങ്കിൽ തണലുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റുക. അവരെ പിന്നെ നല്ല കട്ടിയുള്ള ഡ്രസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ ആ ഡ്രസ്സുകളൊക്കെ മാറ്റി വെക്കുക. പിന്നെ അതുപോലെ തന്നെ നല്ലോണം വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കാൻ പറ്റുന്ന കണ്ടീഷൻ ആണെങ്കിൽ നല്ലോണം വെള്ളം കുടിക്കാൻ കൊടുക്കുക. അതുപോലെ തന്നെ അബോധാവസ്ഥയിലല്ലെങ്കിൽ വെള്ളം കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ഫ്രൂട്ട്സ് അങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ കൊടുക്കുക. അവരെ ഒരു ഫാൻ ഓണാക്കി വെക്കുക, അല്ലെങ്കിൽ AC ഉണ്ടെങ്കിൽ AC അല്ലെങ്കിൽ വിശറി ഉപയോഗിച്ചിട്ട് വീശിക്കൊണ്ട് ആ തണുപ്പ് കൂടുതൽ നൽകാൻ വേണ്ടി ശ്രദ്ധിക്കുക. അങ്ങനെ ചൂട് കുറയ്ക്കാനുള്ള നടപടിയാണ് കാര്യമായിട്ട് ചെയ്യേണ്ടത്. നമ്മൾ കുട്ടികൾക്ക് ഇപ്പോൾ ഈ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ കുട്ടികൾ വെയിലത്ത് കളിക്കുന്ന അവസ്ഥ കൂടുതലായിട്ട് വരാറുണ്ട്. അപ്പം മാതാപിതാക്കൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടത് കുട്ടികളെ കഴിയുന്നതും ഒരു 11 മണിക്കും 3 മണിക്കും ഇടയ്ക്ക് ദയവ് ചെയ്ത് കുട്ടികളെ കളിക്കാൻ വിടാതിരിക്കുക. കഴിയുന്നതും കുറേ നേരം വെയിലത്ത് കളിക്കാതിരിക്കുക. കുട്ടികൾക്ക് വെള്ളം കൊടുത്ത് വിടുക. കുട്ടികളുടെ കയ്യിൽ ഇടയ്ക്കിടയ്ക്ക് കുട്ടികൾ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. അത് വെള്ളം കൊടുത്തും നല്ല ഈ പെപ്സി, കൊക്കക്കോള അതുപോലുള്ള ഡ്രിങ്കുകളല്ല കൊടുക്കേണ്ടത്. മറിച്ച് നമുക്ക് ഉപ്പിട്ട നാരങ്ങ വെള്ളം അല്ലെങ്കിൽ മോരും വെള്ളം അല്ലെങ്കിൽ കരിക്കിൻ്റെ വെള്ളം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കുടിച്ചുകൊണ്ടിരിക്കുക കുട്ടികൾ. പിന്നെ കഴിയുന്നതും കളികളൊക്കെ തണലത്ത് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. കൂടുതൽ വെയിലത്ത് നോക്കുക. അത് പിന്നെ നമുക്ക് മുതിർന്നവരുടെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ചില പ്രത്യേക വിഭാഗങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതായത് നമുക്ക് 65 വയസ്സിന് മുകളിൽ മുതിർന്ന ആൾക്കാർ, അല്ലെങ്കിൽ 4 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, ഈ വൃക്കരോഗമുള്ള ആൾക്കാർ, ഹൃദയ സംബന്ധമായിട്ടുള്ള അസുഖമുള്ള ആൾക്കാർ, മറ്റേ നമ്മുടെ ശാരീരിക പ്രതിരോധശേഷി കുറഞ്ഞ ആൾക്കാർ, അതുപോലെ പിന്നെ അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരെ നമ്മൾ പ്രത്യേകം കൂടുതലായിട്ട് നമുക്ക് ശ്രദ്ധിക്കണം. നമുക്ക് അവരിൽ ഈ സൂര്യാഘാതം വരാനുള്ള സാധ്യത കൂടുതലാണ്, അപകടാവസ്ഥയിലെത്താനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പം ഈ സൺസ്ക്രീൻ എത്രത്തോളം ഫലപ്രദമാണ് ഇതിന്? തീർച്ചയായിട്ടും ഞാൻ വിട്ടുപോയിരിക്കുകയാണ്. സൺസ്ക്രീൻ തീർച്ചയായിട്ടും നമ്മൾ ഇത്തരം ആൾക്കാർ സൺസ്ക്രീൻ ഉപയോഗിക്കുക. സൺസ്ക്രീൻ ഒരു 30 SPF സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ എന്നാണ് പറയുക. അത് 30 എബോവ് ഉള്ള സൺസ്ക്രീൻ ഉപയോഗിക്കണം. എല്ലാ സൺസ്ക്രീനും നമുക്ക് ഇല്ല. അതുപോലെ തന്നെ പുറത്ത് നമ്മൾ പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മളെ കവറിങ് ഉള്ള സിൽവർ കോട്ടിംഗ് ഉള്ള കൊടകൾ ഉപയോഗിച്ച് തന്നെ പുറത്ത് പോവുക. കഴിയുന്നതും നമ്മൾ ഈ പറഞ്ഞ പോലെ 11 മണിക്കും 3 മണിക്ക് ശേഷം പുറത്ത് പോകേണ്ട അവസ്ഥ ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ അതിന് മുന്നേ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. ഈ വെള്ളം കുടിക്കലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ